വളരെ ടേസ്റ്റി ആയിട്ടുള്ള 3 സൈഡ് ഡിഷസോട് കൂടിയുള്ള ഒരു ഊണാണ് റെഡിയാക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ കറിയാണ്. ഇത് സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും റെസിപ്പി പറയുന്നില്ല. ഇതെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ചേനയും കുമ്പളങ്ങയും പച്ചമുളകും ചേർത്ത് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് മോരോ അല്ലെങ്കിൽ പുളിയോ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. അവസാനമായിട്ട് കടുക് താളിച്ചിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് മുളക് കൊണ്ടൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് പച്ചമുളക്, ചെറിയ നീളമുള്ളതുമായിട്ടുള്ള പച്ചമുളകാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് പോലെയുള്ള പച്ചമുളകാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു ചട്ടിയിൽ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ വലിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്തൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാതെയും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഇതിലേക്കൊരു ചെറിയ ക്വാണ്ടിറ്റി പുളിയുടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഈ വെള്ളം വറ്റി വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഒന്നുകൂടി ആഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മുളക് കൊണ്ടുള്ളൊരു സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ക്യാരറ്റ് ചേർത്ത ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഇതുപോലെ സവാള, കുറച്ച് ക്യാരറ്റ്, പച്ചമുളക്, വറ്റൽമുളക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ പച്ചമുളക്, വറ്റൽമുളക് ചേർത്തതിന് ശേഷം സവാള, ക്യാരറ്റ് എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ട്രാൻസ്പെറൻസി ആയിട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 എഗ്ഗ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് മസാലകളൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. ആവശ്യമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് പച്ചമുളക് കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. മുട്ട നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് വെള്ളക്കടല കൊണ്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കടലയിലേക്ക് ഒരു പീസ് തക്കാളി, ഒരു സവാള, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. വെന്ത് കിട്ടാനുള്ളത്ര മാത്രം വെള്ളം ചേർത്ത് പ്രഷർ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് വറവിട്ടതിന് ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കടല കൊണ്ടുള്ള ഈ ഒരു ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കടല ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചതിന് ശേഷം പച്ചമുളകും വറ്റൽമുളകും ചേർത്ത് വറവിട്ടെടുക്കാവുന്നതുമാണ്. അപ്പോൾ 3 സൈഡ് ഡിഷസോട് കൂടിയിട്ടുള്ളൊരു ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഡിഷ് ചേർത്തിട്ടുള്ളൊരു മീൽ വളരെ ടേസ്റ്റിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.